ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ ക്ലാസിക്കുകൾക്ക് പേരുകേട്ട ചലച്ചിത്ര നിർമ്മാതാവ് ജെയിംസ് കാമറൂൺ അമേരിക്ക വിട്ട് ന്യൂസിലൻഡിലേക്ക് താമസം മാറാൻ പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് യുഎസിൽ ജീവിക്കാൻ സാധിക്കില്ലെന്നാണ് വിഖ്യാത സംവിധായകൻ പറയുന്നത്. ഒരു പോഡ്കാസ്റ്റിലാണ് സംവിധായകൻ ഈ നിലപാട് വ്യക്തമാക്കിയത്. ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായതോടെ യുഎസ് ഏത് രീതിയിൽ മാറുന്നു എന്നത് ജെയിംസ് കാമറൂൺ വിശദീകരിച്ചു. രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തനിക്ക് എങ്ങനെ തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാന്യമായ എല്ലാ കാര്യത്തിൽ നിന്നും പിന്നോട്ടു പോക്ക് കാണാനുണ്ട്. ചരിത്രപരമായി അമേരിക്ക എന്തിനുവേണ്ടി നിലകൊണ്ടോ അതിൽ നിന്നെല്ലാം പിന്നോട്ടു പോക്കാണ് കാണുന്നത്. അതൊരു പൊള്ളയായ ആശയമാണ്. ചിലർ സ്വന്തം നേട്ടത്തിനായി അത് കഴിയുന്നത്ര വേഗത്തിൽ അത് പൊള്ളയാക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ എല്ലാ ദിവസവും ഒന്നാം പേജിൽ അതിനെക്കുറിച്ച് വായിക്കേണ്ടതില്ലെന്നാണ് എന്റെ തീരുമാനം. മാത്രമല്ല, അത് അത്ര സുഖമുള്ള കാര്യവുമല്ല. ന്യൂസിലാൻഡിലെ പത്രങ്ങൾ കുറഞ്ഞത് ഇതൊക്കെ മൂന്നാം പേജിലെങ്കിലുമേ ഇടൂ. പേപ്പറിന്റെ ഒന്നാം പേജിൽ ഇനി ആ ആളുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഇപ്പോൾ അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമായി. ഒരു കാർ ഇടിച്ചു കയറുന്നത് വീണ്ടും വീണ്ടും കാണുന്നത് പോലെയാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. താൻ ന്യൂസിലാൻഡ് പൗരത്വം ഉടൻ എടുക്കുമെന്നും അമേരിക്ക വിടാൻ താൻ പദ്ധതിയിടുന്നതായും കാമറൂൺ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കാമറൂൺ യുഎസിലേക്കാൾ കൂടുതൽ സമയം ന്യൂസിലാൻഡിലായിരുന്നു ചിലവഴിച്ചത്. ഇത്തരത്തിൽ ഒരു പൂർണ്ണമായ മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ആ നാട്ടിൽ നാം നിക്ഷേപം നടത്തണമെന്നും അവിടെ തങ്ങൾക്ക് ബഹുമാനവും തുല്യതയും ലഭ്യമാകുമെന്നും ഉറപ്പുവരുത്തണമെന്നും കാമറൂൺ പറഞ്ഞു. അവതാർ ചലച്ചിത്ര പരമ്പരയിലെ 3-ാം ചിത്രം അവതാർ ഫയർ ആൻഡ് ആഷ് ചിത്രമാണ് ജെയിംസ് കാമറൂണിന്റെ അടുത്തതായി വരാനുള്ള ചിത്രം. വരുന്ന ഡിസംബറിലാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.